ശ്രീ പി ചിത്തരഞ്ജൻ, ഇവിടെ ലിജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അല്ല, ഇന്നത്തെ ഈ ചർച്ചയിൽ ലിജു ഏത് നിലപാടിലാണ് നിൽക്കുന്നത്? ഗവർണർ എടുത്തിട്ടുള്ള സമീപനം തെറ്റാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ നിന്നും പിന്നീട് മാറി മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള സംഭവം അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. അത് ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നല്ല, കഴിഞ്ഞ കുറേ ദിവസക്കാലമായി ഈ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ. ഇവിടെ SFIയുടെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമാസക്തമായ സമരം നടന്നപ്പോൾ അദ്ദേഹത്തിന് രക്ഷ കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നത് എന്ന് പറയാൻ നമുക്കാർക്കും കഴിയുന്നതുമല്ല. ലിജു എന്താ പറഞ്ഞത്? ഇവിടെ KSUവിൻ്റെ അല്ലെങ്കിൽ സമരം നടന്നു, അല്ലെങ്കിൽ KSUവിൻ്റെ സമരം, SFIയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ രീതിയല്ലായിരുന്നു തുടക്കത്തിലെ പ്രശ്നം. അതിനുശേഷം മറ്റേതെങ്കിലും പ്രശ്നം വന്നോ? നിങ്ങൾ നോക്കൂ, എത്ര സ്ഥലങ്ങളിലാണ് പോലീസിന് നേരെ അങ്ങോട്ടുള്ള ആക്രമണമല്ലേ ഉണ്ടായിട്ടുള്ളത്. ആ ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ടും ഉണ്ടാകും. ഞങ്ങളൊക്കെ തല്ലുകൊണ്ടിട്ടുള്ളവരല്ലേ? SFIക്കാർ തല്ലുകൊണ്ടിട്ടില്ലേ? DYFIക്കാർ തല്ലുകൊണ്ടിട്ടില്ലേ? അപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടാൽ അല്ലെങ്കിൽ ജയിലിൽ കിടന്നാൽ അതൊരു മഹാസംഭവമാണെന്നാണോ പറയേണ്ടത്? 17 ദിവസക്കാലമല്ലേ ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്? ഏറ്റവും കടുത്ത വകുപ്പിട്ടല്ലേ കേസെടുത്തത്? വെറുതെ വിട്ടോ? SFIയുടെ നേതാക്കന്മാർ എത്ര പേരാണ്? ഒരു പെൺകുട്ടി, വന്ദനാദാസ്, ഒരു പെൺകുട്ടി. പക്ഷേ ശ്രീ ചിത്തരഞ്ജൻ, ഇന്നിപ്പോ ഗവർണർ പ്രതികരിക്കുകയുണ്ടായി. ഈ തിരുവനന്തപുരത്ത് ഒറ്റ സംഭവമാണ്. അതുകൂടാതെ 3 ഇടങ്ങളിൽ സമാനമായ പ്രതിഷേധം ഉണ്ടായി. അവിടെയൊന്നും ഈ പറയുന്ന നിയമ നടപടികൾ ഉണ്ടായില്ല. ആകെ ഒരിടത്ത് മാത്രമാണ് ഉണ്ടായത്. അത് മൂപ്പര് റോഡിൽ ഇറങ്ങിയപ്പോഴാണ്. അല്ല, എന്നിട്ട് ഈ 124 ഇടണമെന്ന് കട്ടായം പറഞ്ഞപ്പോഴാണ്. അല്ല, 124 ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കരിങ്കൊടി പ്രകടനത്തിന് നടത്തി എന്നതിന്റെ പേരിൽ ഇതിപ്പോ ആരോടാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ പോലീസ് അല്ലെന്നേ, നിങ്ങളുടെ പോലീസാണ് ഇട്ടിരിക്കുന്നത്. ഇന്നും നിലമേലും 124 ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ പോലീസാണ്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ആർഷോ പറയുകയാണ് ഈ സർക്കാർ അത് പുനരാലോചിക്കണമെന്ന്. അപ്പോ ഒരു സെക്കൻഡ് ലിജുവിനെ പറ്റി അങ്ങ് പറഞ്ഞു തന്നാണ്. ലിജുവിന്റെ നിലപാട് എന്താണ്? ലിജു ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടെന്നാണ്. അതേ ചോദ്യമാണ് ആർഷോ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പോലീസിന്റെ നിലപാട് എന്താണ്? വിജിൻ പറയുന്നു ഇത് പിണറായിയുടെ പോലീസാണെന്ന്, ആർഷോ പറയുന്നു ഇത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പോലീസാണെന്ന്. എന്റെ വേണു ആർഷോ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. SFI എന്ന് പറയുന്നത് CPMന്റെ ഒരു പോഷക സംഘടന പോലെ മാത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടിയോ അല്ലെങ്കിൽ അനുകൂലിച്ചോ നിന്ന് പ്രവർത്തിക്കുന്നതല്ല. ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടാകാത്ത നിലയിൽ ഒരു ഗവർണറുടെ കർശനമായ നിയന്ത്രണത്തിന് വിധേയമായി പോലീസ് അങ്ങനെ ഒരു വകുപ്പിട്ട് കേസെടുത്തതിനെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും ആ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ ആർഷോക്കുണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്തം തന്നെയാണ് നിറവേറ്റുള്ളത്. പക്ഷേ പോലീസ് ഈ കരിക്കൊടി സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു.